പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഇത്രയധികം പ്രതിസന്ധികൾ എന്ന്. എന്നാൽ ദൈവം തൻ്റെ ദൂതന്മാരെ നമ്മുടെ സംരക്ഷണത്തിനായി അയച്ചിട്ടുണ്ടെന്നും നമ്മുടെ വീട്ടിൽ പോലും അവരുടെ സാന്നിധ്യമുണ്ടെന്നും നിങ്ങൾക്കറിയാമോ? സിനിമകളിൽ കാണിക്കുന്നത് പോലെ വലിയ ചിറകുകളോ പ്രകാശമോ ആയിരിക്കില്ല മാലാഖമാർ പ്രത്യക്ഷപ്പെടുമ്പോൾ അറിയുവാനായി കഴിയുന്നത്. മറിച്ച് വളരെ സാധാരണമായ സാഹചര്യങ്ങളിലൂടെയാണ് അവർ ഇടപെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മാലാഖമാർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന 5 ശക്തമായ അടയാളങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായി, അകാരണമായി ഉറക്കമുണരുന്നത്. രാത്രിയിൽ അർദ്ധരാത്രി 2 മണിക്കും 3 മണിക്കും ഇടയിൽ പെട്ടെന്ന് ഉറക്കമുണരുകയും മനസ്സ് വളരെ ജാഗ്രതയിലാകുകയും ചെയ്യുന്നത് ഒരു മാലാഖയുടെ സന്ദർശനമാകാം. പലരും ഈ സമയത്ത് ഫോണെടുത്ത് നോക്കുകയാണ് പതിവ്. എന്നാൽ ബൈബിളിൽ 1 രാജാക്കന്മാർ 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഏലിയ പ്രവാചകനെ ദൂതൻ തൊട്ടുണർത്തിയതായി കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാകുകയാണെങ്കിൽ ആ സമയം പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും നാം സമയം കണ്ടെത്തേണ്ടതാണ്. രണ്ടാമതായി, അപ്രതീക്ഷിതമായ സമാധാനം. ജീവിതത്തിലെ വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന അവിശ്വസനീയമായ ശാന്തതയുണ്ടോ? ഇത് വെറും യാദർച്ഛികതയല്ല. ലൂക്കോസ് 1-ാം അധ്യായത്തിൽ മാലാഖ മറിയയോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവിക സമാധാനം മാലാഖമാർ വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമതായി, അപകടങ്ങളിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷപ്പെടൽ. വലിയ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമല്ല. സങ്കീർത്തനം 91-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പറയുന്നത് പ്രകാരം നമ്മുടെ വഴികളിലെല്ലാം നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം തൻ്റെ മാലാഖമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഭാഗ്യം എന്ന് വിളിക്കുന്നതിന് പകരം അത് ദൈവിക സംരക്ഷണമാണെന്ന് വിളിക്കുവാൻ ശീലിക്കുക. നാലാമതായി, അപരിചിതൻ്റെ വാക്കുകൾ. നാം ഏറ്റവും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മെ അറിയാതെ ഒരാൾ വന്ന് പറയുന്ന ഒരു ചെറിയ വാക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. എബ്രായർ 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ അപരിചിതരെ സൽക്കരിക്കുമ്പോൾ ചിലർ അറിയാതെ മാലാഖമാരെ സൽക്കരിക്കാറുണ്ട്. അത്തരം നിമിഷങ്ങൾ ദൈവം നമുക്കായി ഒരുക്കുന്നതാണ്. അഞ്ചാമതായി, ദൈവീകമായ സ്വപ്നങ്ങൾ. ഉറക്കമുണർന്നാലും മറക്കാത്ത വളരെ വ്യക്തമായ സ്വപ്നങ്ങൾ ദൈവിക സന്ദേശമാകാം. മത്തായി 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ യോസേഫിന് സ്വപ്നത്തിലൂടെ ലഭിച്ച മുന്നറിയിപ്പ് യേശുവിൻ്റെ ജീവൻ രക്ഷിച്ചു. അത്തരം സ്വപ്നങ്ങളെ അവഗണിക്കാതെ അത് പ്രാർത്ഥനയോടെ ചിന്തിക്കുക. ചുരുക്കത്തിൽ, മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവികമായ കാവൽ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലും കാണുവാൻ സാധിക്കും. ദൈവം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.